മറ്റൊരു പ്രധാനപ്പെട്ട വിവരം അത് പാകിസ്ഥാനിൽ നിന്ന് വരുന്നുണ്ട്. നാഷണൽ കമാൻഡ് അതോറിറ്റി പാകിസ്ഥാൻ വിളിച്ചിട്ടുണ്ട്. ആണവായുധങ്ങളുടെ നിയന്ത്രണമാണ് ഈ അതോറിറ്റിക്കുള്ളത്. നാഷണൽ കമാൻഡ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ അത് ആണവായുധങ്ങളുടെ നിയന്ത്രണമാണ്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് നാഷണൽ കമാൻഡ് അതോറിറ്റിയുടെ ഈ യോഗം വിളിച്ചിരിക്കുന്നത്. NCA യോഗം വിളിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. വളരെ നിർണായകമായ വിവരമാണിത്. ഇടയ്ക്കിടെ ഒരു ഭീഷണി എന്നോണം ഞങ്ങൾ ഒരു ന്യൂക്ലിയർ രാജ്യമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു പാകിസ്ഥാൻ. ഇപ്പോൾ നാഷണൽ കമാൻഡ് അതോറിറ്റി യോഗം വിളിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ആണവായുധങ്ങളുടെ നിയന്ത്രണമാണ് ഈ അതോറിറ്റിക്കുള്ളത്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. ജലന്ധറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പാകിസ്ഥാന്റെ എല്ലാ ആക്രമണ ശ്രമങ്ങളെയും ഇന്ത്യ തകർത്തു, പ്രതിരോധിച്ചു, നിർവീര്യമാക്കി. ജലന്ധറിൽ തകർന്നു വീണ് കിടക്കുന്ന ഡ്രോണുകളെ പാകിസ്ഥാൻ അയച്ച ട്യൂബ് ലോഞ്ച് ഡ്രോണുകളുടെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇതെല്ലാം തെളിവുകളാണ് ഇന്ത്യയെ സംബന്ധിച്ച് ലോകത്തിന് മുന്നിൽ പറയാൻ കഴിയുന്ന ദൃശ്യങ്ങൾ. അതിൽ പേരുണ്ട്, കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പേരിൽ നിന്ന് നമുക്ക് കുറേ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും. ഈ ദൃശ്യങ്ങൾ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ നശിച്ച കാറിന്റെ കെട്ടിടങ്ങളുടെയൊക്കെ ദൃശ്യങ്ങൾ കൂടി നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇതെല്ലാം. ശ്രീനഗറിലും ഉദ്ധംപൂരിലും രജൌരിയിലും ഉറിയിലും ഒക്കെ വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഈ ആകാശ ദൃശ്യങ്ങൾ അത് അമൃത്സറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അമൃത്സറിലേക്ക് പാകിസ്ഥാൻ അയച്ച ഡ്രോണുകളെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം S-400 തദ്ദേശീയമായി നമ്മൾ വികസിപ്പിച്ചെടുത്ത ആകാശം ഉപയോഗിച്ച് പ്രതിരോധിച്ച് ആകാശത്ത് വെച്ച് തന്നെ അമൃത്സറിന്റെ ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് തരിപ്പണമാക്കുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ കരുത്ത് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണിത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ മാധ്യമങ്ങൾ ചില ദൃശ്യങ്ങൾ പുറത്തേക്ക് വിടുന്നുണ്ട്.